അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട് അല്ലേ? ആ ബന്ധങ്ങളൊക്കെ വളരെയധികം ഭാസുരമാക്കാനും നന്മയോടെ കൂടെ കൊണ്ടുപോകാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പറയും നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മുടെ ഇണകളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ കൂടപ്പിറപ്പുകളാകാം, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ. ഈ ബന്ധങ്ങളൊക്കെ എന്നും ജീവിതത്തിലൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തോടു കൂടെ ആഗ്രഹിക്കുന്ന ഒരാൾ ആഗ്രഹിക്കും, പടച്ചോനെ മരിച്ചാലും സ്വർഗത്തിലും ഞങ്ങൾക്ക് ഒരുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് കൊണ്ടാണ്, അല്ലേ? അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് ആ ബന്ധങ്ങൾ നമ്മൾ എന്നും കൂട്ടിയുറപ്പിക്കുമ്പോഴാണ്. ആ ബന്ധങ്ങൾ എത്രത്തോളം നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ കഴിയുമോ, നമുക്കവരെ പോയി കാണാൻ കഴിയുമോ, അവരെ സന്ദർശിക്കാൻ കഴിയുമോ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബന്ധങ്ങൾ വളരെയധികം വലുതായി കൊണ്ടിരിക്കും. അതിന് കെട്ടുറപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു സമയത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോൺ വിളി, കോണ്ടാക്റ്റ്, അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ അവസാനിപ്പിച്ച് നോക്കും. ആ ബന്ധങ്ങൾ അവിടെ വെച്ച് തീരുകയാണ്, ആ ബന്ധങ്ങൾ ഇല്ലാതാവാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത് സഹോദരന്മാരാണ് എന്ന് അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ആ ഒരു കൂട്ടായ്മ, എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ആ ഒരു ഒത്തൊരുമയോടുള്ള ജീവിതം, ആ സ്നേഹത്തോടുള്ള ജീവിതം, അല്ലേ? ഇതാണ് നമ്മൾ ഇന്നും കൊണ്ട് നടക്കേണ്ടത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പിന്നെ സാഹോദര്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പക്കാരും പെൺകുട്ടികളൊക്കെ, നമ്മൾ കോളേജുകൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചില കാണിക്കുന്ന പ്രവണതകളൊക്കെ, ഇതൊക്കെ അവർ പറയാണ്, ഇതെന്താ സഹോദരങ്ങളല്ലേ, നമ്മൾ പിന്നെ ഇക്വാലിറ്റി ഇല്ലേ, എല്ലാം ഒരുപോലെയല്ലേ എന്ന രൂപത്തിലേക്ക് മാറിയിട്ട് ഹറാമായിട്ടുള്ള രൂപത്തിൽ വരെ ഇന്ന് സൗഹൃദങ്ങൾ കൊണ്ട് നടക്കുകയാണ് പല ആൾക്കാരും. ബെസ്റ്റി, അല്ലേ? അതുപോലെ തന്നെ അങ്ങനെ ഓരോ പേരുകൾ പറഞ്ഞ് പുതിയ പുതിയ തലമുറകൾ അങ്ങനെ ആക്കി മാറ്റുകയാണ്. അങ്ങനെ ഒരു ഹറാം ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വരാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹു താല എല്ലാവിധ ഹറാമിൽ നിന്ന് അള്ളാഹു നമ്മെ, നമ്മുടെ മക്കളെ, ബന്ധപ്പെട്ടവരെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സൗഹൃദങ്ങൾ കൊണ്ട് നടക്കേണ്ടവർ, ബന്ധങ്ങൾ കൊണ്ട് നടക്കേണ്ടവർ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ കൊണ്ട് നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ രോഗസന്ദർശനം നടത്തലാണ്. നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ ആ അസുഖം ഉണ്ടായ സമയത്ത് അവരെ നമ്മളൊന്ന് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സന്ദർശനത്തോടു കൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കാനുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാളെ ഒരു കാര്യത്തിന് സന്ദർശിച്ചാൽ, ഒരു അസുഖബാധിതനായി അയാളൊന്ന് നമ്മൾ സന്ദർശിച്ചാൽ, ആ സന്ദർശനം എവിടെ നിന്ന് നമ്മളെ മനസ്സുകൊണ്ട് തുടങ്ങുന്നുണ്ടോ ആ തുടങ്ങുന്നതോടുകൂടി അത് അവസാനിക്കുന്നത് വരെ അവൻ സ്വർഗത്തിലാണെന്നാണ്. അതായത് ആ ഒരു വീട്ടിൽ പോയിട്ട് അവൻ ഇരിക്കുകയാണ്, അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെയാണെന്നാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവനിങ്ങനെ പൊതിയും. മാത്രമല്ല, ഒരാൾ രാവിലെയാണ് അവൻ സന്ദർശിച്ചതെങ്കിൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, അവനക്ക് വേണ്ടിയിട്ട് നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഒരു തെറ്റുപോലും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. അത് എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ നന്മയാണ്, അല്ലേ? അതേപോലെ തന്നെ ഒരാൾ വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിച്ചതെങ്കിലോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നേരം വെളുക്കുവോളം 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയും പ്രാർത്ഥന നടത്തി പൊറുക്കലിനെ തേടിയൊക്കെ കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുക. അപ്പോൾ ആ ഒരു അമലിൻ്റെ ഒരു പവിത്രത, അതിൻ്റെ ഒരു വലുപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളമാണെന്ന്, അല്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം, ഒരു വ്യക്തിയോട് എന്നും നമ്മൾ ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്കൊരു അസുഖം വരുന്ന സമയത്ത് അയാളെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവിടേക്ക് നമ്മൾ പോയിട്ടില്ല, ഒരു സന്ദർശനം നമ്മൾ നടത്തിയിട്ടില്ല, ഒന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. മനസ്സിലാക്കണം. നേരെ മറിച്ച് ആ ഒരു വ്യക്തി ഇതുവരെ വലിയ ബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അത് മതി ആ മനുഷ്യൻ്റെ മനസ്സിൽ ഏറ്റവും നന്മ ഉണ്ടാകാൻ. മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ സൗഹൃദം കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക, ആ വ്യക്തിക്കൊരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കുക. ഈ ഒരു ഘട്ടം വരുമ്പോൾ ഇതല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹവും സൗഹൃദവും ബന്ധവും എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
അവരോട് നമ്മൾ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യമായ ഘട്ടത്തിൽ നമ്മൾ ആ ഒരു കൂട്ടും ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും സംസാരവും വേണം നമുക്ക്. അതില്ല എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനകത്ത് നമ്മോട് വലിയൊരു വിഷമം വരാണ്ട് അവിടെ. മനസ്സിലായോ? രോഗിയായി കിടക്കണം, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല, നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ, ഇതുവരെ കൊണ്ടു നടന്നിരുന്ന ബന്ധം അത് മതി തീരാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനിൽ നമ്മൾ അയാൾക്കൊരു വിഷമം വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ രോഗസന്ദർശനത്തിൻ്റെ ആ ഒരു സന്ദർശനം, ഇത് ബന്ധങ്ങൾ നമ്മൾക്ക് കൂട്ടി ഉറപ്പിക്കാനും അതുപോലെ തന്നെ സൗഹൃദങ്ങൾ നിലനിർത്താനും ഉള്ളതൊന്നും കൂടെ വർദ്ധിക്കാനുമുള്ള ഒരു കാരണമാണ് ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ. വിഷമഘട്ടത്തിൽ ഒരാളെ പോയിട്ട് സന്ദർശിക്കുക. ആ വിഷമഘട്ടത്തിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം കൂടെയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ദുനിയാവിൽ നിന്ന് അവൻ പറയാവൂ, എന്നെ ഞാൻ വിഷമിച്ച് കിടന്നപ്പോൾ, ഞാൻ പ്രയാസപ്പെട്ട് കിടന്നപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ, ആ ഒരു മൈൻഡ് അവനിക്കും വരികയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ഉറപ്പിക്കാനും വലിയൊരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ അവൻ്റെ ജീവിതമൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. നമ്മൾ ബന്ധപ്പെട്ട ആരെങ്കിലും അസുഖബാധിതരായി കിടക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ചിന്തിക്കണം. ഒന്ന് ദുനിയാവിൽ വെച്ചിട്ടുള്ള നമുക്ക് ആ ഒരു ബന്ധങ്ങൾ നിലനിർത്താനും, അതുപോലെ തന്നെ നമുക്കൊരു നമ്മൾ ഒരു അസുഖമായി കിടക്കുമ്പോൾ നമുക്കൊരു വിഷമാകുമ്പോൾ അവരും നമ്മുടെ അടുത്തേക്കും വരും, അങ്ങനെയുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ആഖിറത്തിൽ നമ്മൾ ആ ഒരു അവിടെ എത്തി ആ ഒരു ചിന്ത, അവന് രോഗിയാണ്, ഞാൻ അവനെ പോണല്ലോ, ഈ ഒരു ചിന്ത വെച്ചത് മുതൽ അവൻ സ്വർഗത്തിൻ്റെ ഒരു അഖിലകാരനാണ്, ആ സ്വർഗീയ രംഗങ്ങളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത് എന്ന് അലി റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ടവർ വിഷമിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാൻ പോവുക, അവിടെ പോയിട്ട് നമ്മളൊന്ന് ദുആ ചെയ്യുക, നന്മകൾ അവരോട് പറയുക. ആ വിഷമഘട്ടത്തിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവിടെ പോയിട്ട് എടാ നിനക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയലല്ല. രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ കരഞ്ഞാൽ വിഷമം കൊണ്ട് ആ രോഗിയുടെ അസുഖം കൂടെ കൂടെ ചെയ്യുക. മനസ്സിലായോ അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ചിന്ത ഉണ്ടാകട്ടെ. രോഗിയുടെ അടുത്ത് പോകട്ടെ, സാരമില്ല, അല്ലാഹു തആല തന്നല്ലേ, നീ ക്ഷമിക്ക്. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള മൈൻഡാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു തആല തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാനും പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും ഉള്ള മൈൻഡ്, ഒരു മനസ്സ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, സമാധാനിപ്പിക്കുക. നാളെ റബ്ബ് ഇതിന് വലിയ പ്രതിഫലം അല്ലാഹു നൽകുക. കാലൊരു മുള്ള് തറച്ചാൽ ആ മുള്ള് തറക്കുന്നത് കൊണ്ട് വരെ പ്രതിഫലം ഉണ്ടല്ലോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വലിയൊരു സമാധാനമാകും അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.